ഞാൻ ഈ സ്ട്രോബെറിയുടെ സീസണൊക്കെ ആകുമ്പോൾ കുറച്ച് ക്രഷാക്കി ഫ്രീസറിൽ വെക്കാറുണ്ട്. ഇതിപ്പോൾ ഞാൻ ഒരു ബോക്സുള്ളതേ എടുത്തിട്ടുള്ളൂ. ഇപ്പോൾ കിട്ടിയത് അത്രയ്ക്ക് അങ്ങോട്ട് പഴുത്തിട്ടില്ല എന്ന് തോന്നുന്നു. എന്തായാലും നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ആ പച്ച കളറിലുള്ള ഞെട്ടൊക്കെ അങ്ങ് മാറ്റി ഇതുപോലെ ചെറിയ കഷ്ണങ്ങളാക്കി എടുക്കാം. ഇനി ഇതൊരു പാത്രത്തിലോട്ടിട്ട് അരക്കപ്പ് പഞ്ചസാരയും കൂടെ ചേർത്ത് എന്തെങ്കിലും വെച്ചിട്ട് ഇതുപോലെ ഒന്നങ്ങ് ഉടച്ചെടുക്കണം. ഇനി ഇതൊന്ന് അടച്ച് വെച്ച് അടുപ്പിൽ വെച്ച് നന്നായിട്ടൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റായി നന്നായിട്ടൊന്ന് വെന്ത് വരുമ്പോൾ ഞാനിത് മിക്സിയിലൊന്നും ഇട്ട് അടിച്ചെടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതുപോലെ വീണ്ടും ഒന്നുകൂടെ ഒന്ന് ഉടച്ചു കൊടുക്കുന്നുണ്ട്. ഇനി ഇത് വെന്ത് നന്നായിട്ട് കുറുകി തുടങ്ങുന്ന സമയത്ത് 1/2 ടേബിൾ സ്പൂൺ നാരങ്ങ നീരൊഴിച്ച് കൊടുക്കാം. വീണ്ടും ഇത് കുറച്ചുകൂടെ ഒന്ന് കുറുകി ഈ ഒരു പരുവത്തിലാവുമ്പോൾ അടുപ്പിൽ നിന്ന് ഇറക്കി നന്നായിട്ട് തണുത്തിട്ട് നന ഒട്ടും തന്നെ ഇല്ലാത്ത ക്ലീൻ ആയിട്ടുള്ള ഒരു ബോട്ടിലാക്കി ഫ്രീസറിൽ സൂക്ഷിക്കാം. ഇനി ഇത് നമ്മൾ കേക്കോ ജ്യൂസോ ഒക്കെ ഉണ്ടാക്കുമ്പോൾ നനവൊന്നും ഇല്ലാത്ത സ്പൂൺ കൊണ്ട് എടുത്തിട്ട് തിരിച്ച് ഫ്രീസറിലോട്ട് വെച്ചാൽ മതി. അങ്ങനെയാകുമ്പോൾ ഇത് മാസങ്ങളോളം കേടാവാതിരിക്കും. സ്ട്രോബെറി നന്നായിട്ട് പഴുക്കാത്തത് കൊണ്ട് തന്നെ ഇതിന് കളറ് കുറച്ച് കുറവാണ്.